എല്ലാവർക്കും ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ടു പരിശുദ്ധാത്മാവ് നിറയാനുള്ള 5 വഴികളെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്താതിനെ കുറിച്ച് നമ്മൾ കേട്ടു. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് എങ്ങനെ തിരിച്ചറിയാം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ലോകപ്രകാരം ജീവിച്ച വ്യക്തികളായിരിക്കാം, ലോകപ്രകാരം ജഡപ്രകാരം മദ്യപാനത്തിലും ലോകത്തിന്റെ ഇമ്പങ്ങളിലും മറ്റു പല മേഖലയിലായിട്ട് ദ്രവ്യാഗ്രഹത്തിലൊക്കെ നടന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ പ്രകടമായ മാറ്റമുണ്ടാകും. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, കഴിഞ്ഞ കാലങ്ങളിൽ ഇവൻ മദ്യപാനത്തിലും ബെറുക്കൂത്തിലും ലോകത്തിന്റെ ഇമ്പങ്ങളിലും നടന്ന വ്യക്തിയാണ്, എന്നാൽ ഇപ്പോൾ അവന്റെ മാറ്റം കണ്ടോ എന്ന് നമ്മൾ പറയാൻ ഇടയായിത്തീരും. കാരണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകും. ആ പ്രകടമായ മാറ്റത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അവന് വിശുദ്ധ ജീവിതം അവൻ നയിക്കുന്നതിനായി മാറും. എന്ന് വെച്ചാൽ ലോകപ്രകാരം ജീവിച്ച വ്യക്തികളായാൽ പോലും അവൻ ക്രിസ്തുവിനെ അറിഞ്ഞ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ആ ലോക ജീവിതം വിട്ടിട്ട് ക്രിസ്തുവിന്റെ പാത പിൻപറ്റി പിന്നെ വിശുദ്ധമായ ജീവിതം നയിക്കുന്നതായിട്ട് അനേകം മക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടോ. അനേകം മക്കളെ നമുക്ക് വ്യക്തിപരമായി നമുക്ക് അനേകം മക്കളെ അറിയാം. ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ യേശു പറഞ്ഞതിൽ ഒരു പുതിയ വ്യക്തിയാകുക, അതാണ് പരമപ്രധാനം. അതാണ് ക്രിസ്തുവിനെ അറിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു പുതിയ വ്യക്തിയായി മാറും. അപ്പോൾ അവന്റെ നടത്തയിലും അവന്റെ സംസാരത്തിലും അവന്റെ പ്രവൃത്തിയിലെല്ലാം ജീസസിനെ, യേശുവിനെ കാണുവാൻ കഴിയും. അവൻ വിശുദ്ധമായ ജീവിതം നയിക്കും. പാപകരമായ ജീവിതം നയിച്ച് ലോകത്തിന്റെ ഇമ്പങ്ങളിൽ നടന്ന് ലോകത്തിന്റെ ഇഷ്ടപ്രകാരം നടന്ന 2 വ്യക്തികളാണ് സെന്റ് അഗസ്റ്റീനും ഫ്രാൻസിസ് അസിസി. രണ്ടുപേരും 2 തലത്തിലുള്ളായിരുന്നു ജീവിതം. രണ്ടും പാപകരമായ ജീവിതമായിരുന്നു. പക്ഷേ അവർ ക്രിസ്തുവിനെ അറിയാൻ ഇടയായി തീർന്നു. ക്രിസ്തുവിനെ അറിയാൻ ഇടയായി തീർന്നത് ചില സന്ദർഭങ്ങൾ അവരുടെ ജീവിതത്തിൽ വരാൻ ഇടയായി തീർന്നു. ഒരു നാളിൽ അഗസ്റ്റിൻ ഇങ്ങനെ ഒരു തോട്ടത്തിൽ ഇത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞിന്റെ സ്വരം കേട്ടു. എടുത്തു വായിക്കുക എന്ന സ്വരം അദ്ദേഹം കേൾക്കാൻ ഇടയായി തീർന്നു. അദ്ദേഹം ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. ബൈബിൾ എടുത്ത് തുറന്നത് അദ്ദേഹത്തെ ഞെട്ടിപ്പിക്കുന്ന, അദ്ദേഹത്തെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന, തന്റെ പാപത്തെ വിളിച്ചോതുന്ന, പാപത്തെ കുറിച്ച് പറയുന്ന വചനഭാഗമാണ് കിട്ടിയത്. അപ്പോൾ ആ വചനഭാഗം കിട്ടിയപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പൂർണ്ണമായി മാറുവാനിടയെ തീർന്നു. അദ്ദേഹത്തിന് കിട്ടിയ വചനം റോമാലേഖനം 13-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങളാണ്. ഈ 13-14 വാക്യങ്ങൾ അദ്ദേഹം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം തിന്മയാണ്, ഞാൻ എൻ്റെ ശരീരത്തിന്റെ ഇഷ്ടമനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്കിതിൽ നിന്നും മാറണം എന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. റോമാലേഖനം 13-ാം അധ്യായം 13-ാം തിരുവചനം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. എങ്ങനെ എഴുതിയിരിക്കുന്നത്? പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. പകലിന് യോജിച്ച വിധമല്ലായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ. അതുകൊണ്ട് വചനം വായിച്ചപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എനിക്ക് ഇനി പകലിന് യോജിച്ച വിധം നീ പെരുമാറണം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അഭിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോൾ നീ പോകുന്നത് ജനപ്രകാരമാണ് പോകുന്നത്, ലോകത്തിന്റെ ഇഷ്ടപ്രകാരമാണ് പോകുന്നത്. അതുകൊണ്ട് നീ അതിൽ നിന്ന് മാറണമെന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. അദ്ദേഹം ചിന്തിച്ചിട്ട് പറയാ, ഇനി എനിക്ക് അങ്ങനൊരു ജീവിതം വേണ്ട, ഞാനൊരു പുതിയ വ്യക്തിയായി മാറണം എന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ദൈവത്തിന് വിരുദ്ധമായ കാര്യമാണ്, ഞാൻ ചെയ്യുന്നതെല്ലാം പാപമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം തീരുമാനിച്ചു, എനിക്ക് ഒരു പുതിയ വ്യക്തിയായി മാറണം. 14-ാം വാക്യം. കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുക. നീ പാപകരമായ ജീവിതം കളഞ്ഞിട്ട് നീ പ്രത്യുത എന്താ പറഞ്ഞത്? നീ ക്രിസ്തുവിനെ ധരിക്കണം. നീ ക്രിസ്തുവിനെ ധരിച്ചിട്ട് നീ ക്രിസ്തുവിന്റെ വേല ചെയ്യുന്നവനായി മാറണം. ദുർമോഹങ്ങളിലേക്ക് നയിക്കാത്ത വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുക. നീ ദുർമോഹങ്ങളിലേക്ക് നിന്നെ നയിക്കുന്ന ബോഡി ഉണ്ടല്ലോ, നിന്റെ ശരീരം ഉണ്ടല്ലോ, പാപ ചിന്ത ഉണ്ടല്ലോ, ജഡമോഹം ഉണ്ടല്ലോ, അതെല്ലാം നീ വിട്ടിട്ട് നീ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്? ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുക. നിന്റെ ശരീരത്തെ പറ്റി, നിന്റെ ബോഡിയെ കുറിച്ച്, നിന്റെ ജഡമോഹത്തെ കുറിച്ച് ചിന്തിക്കാതെ നീ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറണം.
ഈ വചനം അദ്ദേഹം കേട്ടോ, ഇദ്ദേഹം വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ വചനം അദ്ദേഹത്തിന് ജീവനായി മാറി. അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിക്കത്ത വിധം അദ്ദേഹത്തെ രൂപപ്പെടുത്തി ക്രിസ്തുവിനെ ധരിക്കുവാൻ തുടങ്ങി. പിന്നെ യേശുവിന് വേണ്ടി ജീവിക്കുന്നതിനായി മാറാൻ ഇടയായി തീർന്നു. സഹോദരങ്ങളെ, അതുപോലെ തന്നെയാണ് ഫ്രാൻസിസ് അസിസി. വളരെ ധനികനായ വ്യാപാരിയുടെ മകനായിട്ട് ജനിച്ചു. വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു. രാജകീയ പദവി കഴിയാനുള്ള വ്യക്തി. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആഡംബര ജീവിതമായിരുന്നു. ജീവിതം മുഴുവൻ ആഡംബരത്തിൽ ജീവിക്കാനുള്ള എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ആഡംബര ജീവിതം നയിച്ചു. ആഡംബര ജീവിതം നയിച്ച് ലോകത്തെ മുഖങ്ങളിൽ കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരു വചനം ഇങ്ങനെ കേട്ടുപോയി. ഏതാ വചനം എന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 21-ാം തിരുവചനം. യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ട്. അപ്പോഴേ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. പിന്നെ വന്ന് നീ എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം കേട്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രൗഢമായ ജീവിതം, ആഡംബര ജീവിതം, ലോകത്തിൻ്റെതായ ജീവിതം എല്ലാം വിട്ടിട്ട് അദ്ദേഹം എളിയവനായി തീരുവാൻ വിശുദ്ധ വചനം അദ്ദേഹത്തെ മാറ്റിമറിച്ചു. അദ്ദേഹം പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുഷ്ഠരോഗികളെ ചേർത്ത് പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സുവിശേഷം പ്രഘോഷണം നടത്തിയിട്ട് നമുക്കറിയാൻ പറ്റും. ഇതുപോലെ ക്രിസ്തുവിനെ അറിയുന്ന വ്യക്തികളായി ഈ രണ്ട് വ്യക്തികൾ മാറി. ഒരു കാലത്ത് സുഖത്തിലും ലോകത്തിലും നടന്ന അഗസ്റ്റിൻ, മറ്റൊരു ധനികനായിരുന്ന കുടുംബത്തിൽ ജനിച്ച ഫ്രാൻസിസ് അസിസി, ഇവർ ക്രിസ്തുവിന്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കൊരു പുതിയ വ്യക്തിയായി മാറണമെന്നുള്ള ചിന്ത വന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം നയിച്ചത് വിശുദ്ധമായ ജീവിതം നയിച്ചു. അനേകം മക്കളെ ക്രിസ്തുവിൽ എത്തിക്കുവാൻ ഈ രണ്ട് വ്യക്തികൾക്ക് കഴിയാനിടയായി തീർന്നു. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വിശുദ്ധ വചനം കേൾക്കുമ്പോൾ, നിങ്ങൾ വചനം വായിക്കുമ്പോൾ ചുമ്മാതെ വായിച്ചു പോകരുത്. വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നീ ഗ്രഹിച്ചു വായിക്കുകയും ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യണം. അപ്പോൾ നിന്റെ ജീവിതത്തിൽ ആ വചനം കൊണ്ട് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയും. ഈ രണ്ട് വചനങ്ങളാണ് ഈ രണ്ട് വ്യക്തികളെ മാറ്റിമറിച്ചിട്ട് ലോകം അറിയുന്ന പൗരോഹിത്യ സഭയിലെ ഏറ്റവും ശ്രേഷ്ഠരായ രണ്ട് വിശുദ്ധന്മാരായി മാറിയത്. ഒരുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു പുതിയ വ്യക്തിയായി മാറും. ആ പുതിയ വ്യക്തിയെ നമ്മൾ നോക്കുമ്പോൾ അവൻ ഉണ്ടാകുന്നത് അവന്റെ പഴയ ജീവിതം ഉപേക്ഷിച്ചിട്ട് അവൻ വിശുദ്ധ ജീവിതം തെരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്കൊരു വചനം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 2 മുതലുള്ള തിരുവചനം. എന്തെന്നാൽ യേശുക്രിസ്തുവിനുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. കണ്ടോ, ജീവന്റെ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ, ജീവന്റെ വചനം കയ്യിലെടുത്തു കഴിഞ്ഞപ്പോൾ, ഈ രണ്ട് വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആ പാപകരമായ ജീവിതം ഉപേക്ഷിച്ചിട്ട് അവൻ ക്രിസ്തുവിനെ ജീവാത്മാവിന്റെ നിയമത്തിലേക്ക് വരാൻ ഇടയായി തീർന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വിശുദ്ധമായ ജീവിതം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ കർത്താവിന്റെ അടുക്കലേക്ക് വരണം. നിനക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ജീവിതം ലഭിക്കുമ്പോൾ നിനക്ക് ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ സർവ്വശക്തനായ ദൈവം നിനക്കും കൃപ തരും. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകും. നമ്മൾ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത്, ഒരു ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുന്നു, അവന് ജീവിതത്തിൽ പ്രയാസമൊന്നുമില്ല, അവന് കഷ്ടതയൊന്നും വരുത്തില്ല, അവന് ഞെരുക്കമൊന്നും വരുത്തില്ല, അവന് പ്രയാസമൊന്നും വരുത്തില്ല, അവന് സുഖകരമായ ജീവിതമെന്ന് എല്ലാവരും ധരിക്കുന്നവർ. സഹോദരങ്ങളെ, ഒരിക്കലുമല്ല. നീ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങുമ്പോൾ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ കുരിശും എടുത്തുകൊണ്ട് നീ എന്റെ പിന്നാലെ വരാൻ പറഞ്ഞു. ക്രൂശില്ലാതെ ഒരു ക്രിസ്തീയ ജീവിതമില്ല. ഒരു പ്രയാസമില്ലാതെ, ഒരു ഞെരുക്കമില്ലാതെ ക്രിസ്തീയ ജീവിതമില്ല. ക്രിസ്ത്യാനിയായിട്ട് ഇറങ്ങുന്നവർക്ക്, വിശുദ്ധ ബൈബിൾ എടുക്കുന്നവർക്ക് സഹനങ്ങളേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ചരിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അനേക ദൈവദാസന്മാര് വിദേശ രാജ്യങ്ങളിൽ വന്ന് നമ്മളെയൊക്കെ ക്രിസ്ത്യാനിയാക്കിയ ദൈവദാസന്മാരുണ്ട്.
കേരളത്തിൽ വന്നപ്പോൾ അവർക്ക് സുഖകരമായ ജീവിതമൊന്നും അല്ലായിരുന്നു. അവർക്ക് നല്ല സമൃദ്ധിയിലെ കഴിഞ്ഞവരാ. പക്ഷെ ഇവിടെ വന്നപ്പോൾ, കേരളത്തിൽ വന്ന് സുവിശേഷം പറയാൻ വന്നപ്പോൾ ഇവിടെ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും കട്ടതിലൊക്കെ കടന്നുപോയി. ഇന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു, നമുക്ക് സ്കൂളിൽ കയറാൻ പറ്റുന്നു, നമുക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നു, സാമൂഹികമായ എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുന്നു, നമുക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നു. ഇതെല്ലാം ലഭിക്കുന്നതിന്റെ പിന്നിൽ ത്യാഗങ്ങളുണ്ട്. ആരുടെ ത്യാഗം എന്നറിയാമോ? മിഷണറിമാര് കേരളത്തിൽ വന്ന ത്യാഗങ്ങൾ സഹിച്ചതിന്റെ ഫലമാണ്. നമുക്കറിയാം, ഈ ബൈബിൾ മലയാളത്തിൽ വിവർത്തനം ചെയ്ത ബെയ്ലി എന്ന് പറയുന്ന ദൈവദാസൻ മലയാളത്തിൽ അച്ചടിച്ചു വന്നു. അദ്ദേഹമാണ് നമുക്ക് കോട്ടയത്ത് പ്രസംഗം ഉണ്ടാക്കി. അതിന്റെ പിന്നിലാണ് പിന്നെ പത്രങ്ങളും മറ്റു മാധ്യമങ്ങളെല്ലാം ഉണ്ടാകാൻ ഒരു മെയിൻ കാരണം അദ്ദേഹമാണ് ഇതിനെ പ്രവർത്തിച്ചത്. അദ്ദേഹമൊക്കെ സഹിച്ച ത്യാഗം വളരെ വലുതാണ് സഹോദരങ്ങളെ. ക്രിസ്തീയ ജീവിതം ഒരിക്കലും സുഖകരമായ ജീവിതമല്ല. അതിന്റെ പിന്നിൽ ത്യാഗമുണ്ട്, സഹനമുണ്ട്, കഷ്ടപ്പാടുണ്ട്, ഞെരുക്കമുണ്ട്, തെള്ളിപ്പറച്ചിലുണ്ട്, ഒറ്റപ്പെടുത്തലുണ്ട്. സമൂഹം മുഴുവൻ തന്നെ ഒറ്റപ്പെടുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ ക്രിസ്തുവിനെ ഇറങ്ങി തിരിച്ചവർ ആ സഹനം ധരിക്കാൻ തയ്യാറായി അവർ മുന്നിട്ട് നിൽക്കും. നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. ആ ദൈവദാസനെയൊക്കെ നമ്മളിപ്പോ സ്മരിക്കണം. അദ്ദേഹത്തെ നമ്മൾ ഓർക്കണം. ക്രിസ്തുവിന് വേണ്ടി അവർ ജീവിച്ചതോ. ഒരു കൊറിന്തോസിന്റെ ലേഖനം, 2 കൊറിന്തോസിന്റെ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം. എല്ലാവിധത്തിലും ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. എന്തെന്നറിയാം, ഈ ത്യാഗമൊക്കെ സഹിക്കുമ്പോഴും അവരെന്താ ചിന്തിക്കുന്നത്? അവര് യഥാ ദൈവത്തിന്റെ ദാസന്മാരെന്നുള്ള നിലയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. വലിയ സഹനത്തിൽ, പീഡകളിൽ, ഞെരുക്കങ്ങളിൽ, അത്യാഹിതങ്ങളിൽ, മർദ്ദനങ്ങളിൽ, കാരാഗ്രഹങ്ങളിൽ, ലഹളകളിൽ, അധ്വാനങ്ങളിൽ, ജാഗരണത്തിൽ, വിശപ്പിൽ, ശുദ്ധതയിൽ, ജ്ഞാനത്തിൽ, ക്ഷമയിൽ, ദയയിൽ, പരിശുദ്ധാത്മാവിൽ, നിഷ്കളങ്ക സ്നേഹത്തിൽ, സത്യസന്ധമായ വാക്കിൽ, ദൈവത്തിന്റെ ശക്തിയിൽ, വലതു കൈയിലും ഇടതു കൈയിലുമുള്ള നീതിയുടെ ആയുധത്തിൽ, ബഹുമാനത്തിലും അപമാനത്തിലും, സത്കീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞങ്ങൾ അഭിമാനിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ വചനം എവിടെയായിരുന്നു? 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കണം. ഈ ത്യാഗങ്ങളെല്ലാം സഹിച്ചിട്ടാണ് ക്രിസ്തുവിന് വേണ്ടി അവർ ഇറങ്ങിത്തിരിച്ചത്. മരണകരമായ അവസ്ഥകളൊക്കെ ഒരുപാട് ദൈവദാസന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവര് ക്രിസ്തുവിനെ വിട്ടിട്ടില്ല. അവര് ക്രിസ്തുവിനെ ആയുധമാക്കി എടുത്തിട്ട് ക്രിസ്തുവിന്റെ വചനത്തെ വെച്ച് ധ്യാനിച്ച് സഹനങ്ങളെ ക്രിസ്തുവിന്റെ ബലിയോട് ചേർത്ത് വെച്ചിട്ട് അവര് സഹനങ്ങൾ സഹിക്കാൻ തുടങ്ങി. ആ സഹനം സഹിച്ചതിന്റെ പേരിലാണ് ഞാനും നിങ്ങളും ഇന്ന് ക്രിസ്ത്യാനിയായി അഭിമാനത്തോടെ ജീവിക്കുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ നിറഞ്ഞ ഒരു വ്യക്തിയിൽ അവന് ഒന്നവൻ വിശുദ്ധമായ ജീവിതം നയിക്കാം. 2 പറയാണ് അവന്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകും. 3-ാമത്തെ കൂട്ടം കാര്യങ്ങൾ, ഈ സഹനങ്ങളെല്ലാം സഹിച്ചതിന് ശേഷം അവര് ദൈവത്തിന്റെ വചനത്തിൽ അവർ ഉറച്ചു നിൽക്കും. എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും, ഇന്നും ക്രിസ്ത്യാനികളെ ചുട്ടരിക്കുന്നില്ലേ? ക്രിസ്ത്യാനികളുടെ ബൈബിളൊക്കെ ഈ അടുത്ത കാലത്തും ഈ അടുത്ത ദിവസങ്ങളിൽ ചുട്ട് കത്തിക്കുന്ന നമ്മൾ കണ്ടില്ലേ? പക്ഷേ ക്രിസ്ത്യാനി അവരുടെ ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അവന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനമുണ്ട്. വചനം അവന്റെ ഉള്ളിൽ നിന്നു കഴിഞ്ഞാൽ ഒരു ശക്തിക്കും അവനെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശക്തിയും അവനെ കീഴടക്കത്തില്ല. ഏത് പ്രതികൂലങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി പരിശുദ്ധ വചനം, വിശുദ്ധ വചനം അവനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 13-ാം തിരുവചനം വായിക്കാം. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സ്തോത്രം, ഹല്ലേലൂയ. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. എന്താ സത്യത്തിന്റെ പൂർണ്ണത? നീ ദൈവവചനം കേട്ടാൽ, നിനക്കൊരു വിശുദ്ധ ജീവിതം ഉണ്ടായാൽ, നീ സഹനം സഹിച്ചാൽ, നീ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായി കഴിഞ്ഞാൽ നിനക്കൊരു രാജ്യമുണ്ട്, ഒരു സ്വർഗരാജ്യമുണ്ട്. അതാണ് പൂർണ്ണത. ആ പൂർണ്ണതയിലേക്ക് നിന്നെ നയിക്കും. ഹല്ലേലൂയ. അവൻ സ്വമേധ ആയിരിക്കില്ല സംസാരിക്കുന്നത്. അവൻ പറയുന്നത് സ്വന്തമായിട്ട് അവന്റെ ഇഷ്ടപ്രകാരം ഒന്നും പറയത്തില്ല. ദൈവാത്മാവ് എന്ന് പറയുന്നോ അത് മാത്രമേ അവൻ സംസാരിക്കൂ. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. ആരെന്ന് കേൾക്കുന്നതാ? അവൻ കേൾക്കുന്നത് മാത്രമേ സംസാരിക്കൂ. മേഖലയിൽ നിന്നുള്ള ദൈവത്തിൽ നിന്നുള്ള സ്വരം കേട്ട് അവൻ പറയുന്നത് മാത്രമേ ഒരു ദൈവദാസൻ സംസാരിക്കത്തുള്ളൂ.
വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ വരാൻ ഒരു ലോകത്ത് ഒരു ദേശത്ത് ഒരു വിപത്ത് വരുന്നെങ്കിൽ ആ ഉണ്ടാകാൻ പോകുന്ന വിപത്തുകളെ കുറിച്ച് ദൈവാത്മാവ് ആ ദേശത്തിൽ ദൈവപുരുഷനുണ്ടോ ആ ദൈവപുരുഷനെ അറിയിക്കാതെ ഒരു വിപത്തുകളോ ഒരു അനർത്ഥങ്ങളോ ഉണ്ടാകത്തില്ല. വിശുദ്ധ വചന അനേക വചനഭാഗങ്ങൾ കിടപ്പുണ്ട്. പ്രവാചകന്മാരെ ദൈവദൂതന്മാർ വന്ന ഈ നാട്ടിൽ ഇന്നതുപോലെ സംഭവിക്കാൻ പോകുന്നു, അങ്ങനെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ദൈവദൂതന്മാർ പ്രവാചകന്മാരെ അറിയിക്കാറുണ്ട്. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അത് ദൈവത്തിൽ നിന്നുള്ളത് സ്വീകരിച്ചിട്ടാണ് ഈ ജനത്തോട് വിളിച്ചു പറയുന്നത്. ഈ ബ്ലഡിനെ കുറിച്ച് പറഞ്ഞു, ഒക്കെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം പ്രവചനം ഉണ്ടായത് ഈ ദൈവത്തിൽ നിന്നുള്ള സ്വരം കേട്ടിട്ടാണ്. ദൈവത്തിന്റെ സ്വരം കേൾക്കാതെ ദൈവം പറയാതെ ആ ദൈവപുരുഷൻ ഒന്നും പറയുന്നില്ല. അവൻ ഈ വചനത്തിൽ ഉറച്ചു നിന്നിട്ട് ലോകത്തിന്റെ ഇഷ്ടപ്രകാരം പറയത്തില്ല. ദൈവം എന്തു പറയുന്നോ അത് മാത്രം പറയും. ഇത് നമ്മൾ അങ്ങനല്ല. ഇത് നമ്മൾ സഭകളിൽ നോക്കി കഴിഞ്ഞാൽ ഇന്ന് ദൈവത്തിന്റെ വചനത്തിനല്ല സ്ഥാനം. ദൈവവചനത്തിൽ ഉറച്ചിരിക്കാതെ ലോകം എന്ത് പറയുന്നോ ലോകത്തിന്റെ ഇഷ്ടപ്രകാരമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ വിഷമമുണ്ടാകും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ വേദനയും പ്രയാസമൊക്കെ ഉണ്ടാകാറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ലോകത്തിന്റെ ഇമ്പങ്ങൾ ദൈവപുരുഷനില്ല. ബൈബിളിന്റെ ഇമ്പമാണ്. ദൈവത്തിന്റെ വാക്ക് അവസാന വാക്കായി അവൻ കാണും. ലോകത്തിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊന്നും അവൻ പെട്ടുപോകത്തില്ല. ഞങ്ങളൊക്കെ അലറി വിളിച്ച് 25 വർഷമായിട്ട് പറയുക ദൈവമാണ് ഏകരക്ഷകൻ എന്ന് പറയട്ടെ പലർക്കും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അകരക്ഷകയുണ്ട്, മറ്റു പലരും പിന്നാലെ പോകുന്നു. ഇല്ല, ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, നമ്മൾ മാർപ്പാപ്പ ഒരു ഓർഡർ ഇട്ടു, യേശുവാണ് ഏകരക്ഷകനെന്ന്. ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഞാൻ 25 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യേശുവാണ് ഏകരക്ഷകനെന്ന്. അത് കേൾക്കാൻ അനേകർക്ക് മനസ്സില്ല. പക്ഷെ ഇന്ന് അഭിമാനത്തോട് പറയുന്നു, അദ്ദേഹത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക് വിശുദ്ധ ബൈബിളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വളരെ സത്യമാണ്. അതാണ് ദൈവത്തിന്റെ വാക്ക്, ലോകത്തിന്റെ വാക്കില്ല. മാതാവ് സഹരക്ഷകയല്ല എന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞപ്പോഴും ആരും അംഗീകരിച്ചിട്ടില്ല. ഇന്ന് വിശുദ്ധ ബൈബിൾ വെച്ച അദ്ദേഹം വിളിച്ചു പറയാൻ തുടങ്ങി, യേശുവാണ് ഏകരക്ഷകനെന്ന്. അഭിമാനമാണ് സഹോദരൻ, അഭിമാനത്തോട് പറയുന്നു. അത് സത്യമായ കാര്യം വിശുദ്ധ ബൈബിൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ വാക്ക്, അത് മനുഷ്യന്റെ വാക്ക്. ഈ ലോകം എങ്ങനെ പോകുന്നുള്ളതല്ല, പക്ഷെ ദൈവത്തിന്റെ വാക്ക് അതിൽ നിന്ന് വ്യതിചലിക്കാതെ മറ്റ് പിൻഗാമികൾ പറഞ്ഞ എന്തെന്നല്ല അദ്ദേഹം നോക്കിയത്. അദ്ദേഹം ക്രിസ്തു പറഞ്ഞ യേശു ഏകരക്ഷകൻ എന്ന് പറഞ്ഞ ആ വാക്കിൽ ഉറച്ചു നിന്നു. അത് പ്രഖ്യാപിക്കാനിടയായി തീർന്നു. അത് അഭിമാനം കൊള്ളും. ഞങ്ങൾ ഈ കൂട്ടരാണ് ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കുന്നവർ. മരണമോ പട്ടിണിയോ വാളോ ആപത്തോ വന്നാലും ഞങ്ങൾ മരണം നേട്ടമാണെന്ന് കാണാം. കാരണം ഞങ്ങളുടെ ഉള്ളിലുള്ളത് ക്രിസ്തുവാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഉറച്ചു നിൽക്കുന്നവരെ പറയാൻ പറ്റും, ക്രിസ്തു എന്റെ ഉള്ളിലുണ്ട്. മരണം വരട്ടെ, ഏത് പ്രതികൂലം വരട്ടെ, ഏത് തള്ളിപ്പറച്ചിൽ വരട്ടെ, ഞങ്ങൾ മാറത്തില്ല. അത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറും. അങ്ങനെയുള്ളവരിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റും. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ആ വ്യക്തികളെ കാണാൻ പറ്റും. അങ്ങനെയുള്ളവർ, ഞാൻ പറഞ്ഞു, 1 വിശുദ്ധമായ ജീവിതം നയിക്കും, 2 സഹനം സഹിക്കും, 3 പറഞ്ഞു അവൻ വചനത്തിൽ ഉറച്ചിരിക്കും. വചനത്തിൽ ഉറച്ചിരിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാകും. എന്താ ക്വാളിറ്റി? അവൻ കാണുന്നതിന്റെ പിന്നാലെ എല്ലാം ഓടത്തില്ല. അവൻ കാണുന്നതിന്റെ പിറകെയല്ല ഓടുന്നവനായിരിക്കത്തില്ല. പക്ഷെ അവൻ ഉറച്ചു നിന്നിട്ട് ഏക സത്യദൈവത്തെ അവൻ ആരാധിക്കുന്നവരായി മാറും. ഏക സത്യദൈവത്തെ ആത്മാവിനും സത്യത്തിനും അവൻ ആരാധിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23, 24 തിരുവചനം. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. ഒന്നുകൂടെ വായിക്കാമോ? യഥാർത്ഥമായ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെ. സ്തോത്രം പറയാണ്, അല്ല, അത് ഇപ്പോൾ തന്നെയാണ് ആരാധന. ആത്മാവിലും സത്യത്തിലുള്ള ആരാധന ഇപ്പോൾ തന്നെയാണ്. അടുത്ത വാക്യം, യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കഥ പഠിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. എങ്ങനെയാണ് ദൈവം അന്വേഷിക്കുന്നത്? ഏത് ആരാധകരെയാണ് ദൈവം അന്വേഷിക്കുന്നത്? എങ്ങനെയുള്ള ആരാധകരെയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്? ദൈവം പ്രതീക്ഷിക്കുന്നത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വിശ്വാസികളെയാണ് ദൈവം കാത്തിരിക്കുന്നത്, ദൈവം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അല്ലാതെ വിഗ്രഹങ്ങളെ ചുമന്നുകൊണ്ട് നടന്നും അതിന് തൊട്ടുമുത്തിയും അതിന് വണങ്ങിയൊന്നല്ല ആരാധിക്കേണ്ടത്.
നമ്മൾ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വന്നു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ആരാധകരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. നിൽക്കുന്നിടം മറന്ന് കരമടിച്ച് നൃത്തം ചെയ്ത് ദാവീദ് ആരാധിച്ചതുപോലെ, അപ്പോസ്തലന്മാർ ആരാധിച്ചതുപോലെ നമ്മളും ആരാധിക്കേണ്ടവരാ. ഈ കൂട്ടർ, ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. അവർ രൂപങ്ങളുടെ മുമ്പിൽ കടന്ന് തുള്ളുന്നതല്ല, വിഗ്രഹങ്ങളുടെ മുമ്പിൽ കടന്ന് തുള്ളുന്നവരല്ല. അവർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക, അവർ സത്യത്തിൽ ആരാധിക്കും. അവർ കൈയടിച്ചും നൃത്തം ചെയ്തും ദൈവത്തെ ആരാധിക്കും. വാദ്യഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും. കിന്നരമേറ്റ് ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. കർത്താവിനെ കൈയടിച്ച് നൃത്തം ചെയ്യും ദൈവത്തെ ആരാധിക്കുന്നവരായി മാറും. അവരാരാണ് ഇങ്ങനെ ആരാധിക്കുന്ന അറിയാമോ? ഒന്ന് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരെ എങ്ങനെ തിരിച്ചറിയാം? ഈ പ്രവൃത്തി, ഈ വിശുദ്ധമായ ജീവിതം, ഈ സഹനം സഹിക്കുന്നവരെ കണ്ടാൽ, ഈ ക്രിസ്തുവിൽ ഓർത്തിക്കുന്നവരെ കണ്ടാൽ, അവർ ആരാധിക്കുന്നവരെ കണ്ടാൽ നീ ഓർത്തോളണം, ഇവനാണ് യഥാർത്ഥമായ ക്രിസ്ത്യാനി, ഇവനാണ് യഥാർത്ഥമായ പരിശുദ്ധാത്മാവ് ഉള്ളവൻ. ഈ വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ പറയും ഇവൻ പരിശുദ്ധാത്മാവുണ്ട്. ഇങ്ങനെയുള്ളവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ ഈ കൂട്ടരെ നമ്മൾ തിരിച്ചറിയുന്നത്, ഒന്ന്, അവർക്ക് വിശുദ്ധമായ ജീവിതം ഉണ്ടാകും. രണ്ട്, അവരിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അവരിൽ ഉണ്ടാകും. ഹല്ലേലൂയ. മൂന്ന്, അവർക്ക് ഏത് സഹനം സഹിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകും. നാല്, കർത്താവിൽ ഒരു സമർപ്പണ ജീവിതം അവർക്ക് ഉണ്ടാകും. അഞ്ച്, അവർ പൂർണ്ണമായിട്ട് കർത്താവിനെ കൂടെ ഉറച്ചു നിൽക്കാം. ആറ്, അവര് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വ്യക്തികളായി മാറും. ഇങ്ങനെയുള്ളവരെ കണ്ടു നിങ്ങൾ നോക്കുക, അവരായിരിക്കും യഥാർത്ഥമായ പരിശുദ്ധാത്മാവ് ഉള്ളവർ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിനെ വേണം. നിങ്ങൾ ഈ പരിശുദ്ധാത്മാവുണ്ടെന്ന് മറ്റൊരാൾ വിളിച്ചു പറയണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റി നിനക്കുണ്ടെങ്കിൽ, നിന്നെ നിന്റെ പേര് കൊണ്ടല്ല, നിന്നെ കാണുന്നവർ പറയും അവരിൽ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയാനിടയായി തീരും. നമ്മൾ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് ശക്തമായി പ്രകടമാകുവാൻ, പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തികൾ നമ്മുടെ മേൽ നടക്കുവാൻ, എനിക്ക് ക്രിസ്തുവിന് വേണ്ടി ജനിക്കുന്നവരായി മാറാൻ, ഫ്രാൻസിസ് അസിസിയെ പോലെ, സെയിന്റ് അഗസ്റ്റിനെ പോലെ, അനേക വിശുദ്ധരെ പോലെ നമുക്ക് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവമേ എന്നെയും എടുത്തുപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. ഈ വചനങ്ങൾ, നിങ്ങൾ കേട്ട വചനങ്ങൾ നിങ്ങൾ എല്ലാവരെയും വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുവാൻ തക്കൊണ്ട് ഇടയായി തീരട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.